CPM സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശന വാർത്ത തള്ളാതെ പി ജയരാജൻ. വിമർശനവും സ്വയം വിമർശനവും പാർട്ടി രീതിയാണെന്ന് പി ജയരാജൻ. FB പോസ്റ്റിലായിരുന്നു പ്രതികരണം. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിരായ വിമർശനങ്ങളിലാണ് വിശദീകരണം വന്നിരിക്കുന്നത്. ടിൻഡു ദാസ് പറയുന്നു. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, CPM സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനങ്ങളിലാണ് പി ജയരാജൻ ഒരു വിശദീകരണവുമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. 1 മണിക്കൂർ മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വിമർശനവും സ്വയം വിമർശനവും പാർട്ടി രീതിയാണ്. പ്രതികരണം മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിരായിട്ടുള്ള വിമർശനങ്ങളിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം. മറ്റു പാർട്ടികൾക്കില്ലാത്ത സവിശേഷത CPM-നുണ്ട്. പാർട്ടി കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ച വാർത്ത അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പാർട്ടിയെയും LDF-നെയും തകർക്കുക എന്ന ലക്ഷ്യമാണ് വാർത്തയ്ക്ക് പിന്നിലുള്ളത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ശക്തമായ നേതൃത്വം നൽകുന്നത് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണിത്. ആ വിശ്വാസത്തെ ഇടിച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിക്കൂട്ടുന്ന കള്ളവാർത്ത ചമയ്ക്കലാണ് എന്നുള്ള തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. നമുക്ക് ആ പോസ്റ്റിലെ ഒരു വരി ഇങ്ങനെ എടുക്കാം: വിമർശനവും സ്വയം വിമർശനവും പാർട്ടി രീതിയാണെന്നാണ് പി ജയരാജൻ പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ചേർന്ന CPM-ന്റെ ശില്പശാലയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ വ്യക്തമായിട്ട് വന്നൊരു വിമർശനമായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിനും പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടായ വീഴ്ച എന്ന് പറയുന്നത്. നമുക്കറിയാം, 19-ാം തീയതി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 18-ാം തീയതി ഒരു വാർത്ത പുറത്തു വന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു മാധ്യമത്തിന് കൊടുത്ത വാർത്തയിൽ RSS-ഉമായിട്ട് CPM മുൻകാലങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വരുന്നു. ഈ വാർത്ത ചെറുതല്ലാതെയല്ല, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചത് എന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അൻവറിന് വോട്ടുകൾ പോകാനുള്ള സാഹചര്യം. അൻവർ അവിടെ ഒരു 10,000-ന് മുകളിൽ വോട്ട് പിടിക്കുന്നു. അൻവറിനെ ഒരു ഇടത് വിരുദ്ധനാണ്, അല്ലെങ്കിൽ ഇടത് പാളയത്തിൽ കൂട്ടാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ് എന്നൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പാർട്ടിക്കോ പാർട്ടി സെക്രട്ടറിക്കോ സർക്കാരിനോ സാധിച്ചിട്ടില്ല. സർക്കാർ MR അജിത് കുമാറിനെ പിന്തുണച്ചുകൊണ്ടെടുത്ത നിലപാട് അത് വലിയ രീതിയിൽ നിലമ്പൂരിൽ ദോഷം ചെയ്തിട്ടുണ്ടെന്നൊരു വിമർശനം വന്നിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനുമെതിരെ വന്നിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, ഈ വിമർശനങ്ങൾ വലിയ രീതിയിൽ വാർത്തയായിരുന്നതായിരുന്നു. ഈ വാർത്തയാണ് ഇത്തരത്തിൽ തെറ്റായ ഈ വാർത്ത എന്ന് പറയുമ്പോഴും വിമർശിക്കുന്നതും സ്വയം വിമർശിക്കുന്നതും പാർട്ടിയുടെ പതിവ് രീതിയാണെന്ന് പി ജയരാജൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമെന്ന് പറയും. ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചത് പി ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നൊരു വിമർശനമായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്തകളിലൊക്കെ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കേസിന് പോകുമെന്ന് പറയുമ്പോൾ അതിൽ അടിയിൽ വരുന്ന കമൻറ്റുകൾ നമ്മൾ വായിച്ചു നോക്കണം. ഈ വാർത്ത തെറ്റാണെങ്കിൽ പി ജയരാജന് കേസിന് പൊക്കിയൂടെ എന്നാണ് അടിയിൽ വരുന്ന കമൻറ്റുകൾ. അപ്പോൾ എത്രത്തോളം ഈ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ കേസിന് പോകുമെന്ന് പാർട്ടി ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലും ശില്പശാലയിലും ഒക്കെ ഈ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആ പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പാർട്ടിക്കകത്ത് ഇത്രയും വലിയൊരു രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. M സ്വരാജിന് മണ്ഡലത്തിന്റെ ചുമതല കൊടുത്തുകൊണ്ട് ആദ്യം ഒരു സർവേ നടത്തുമ്പോൾ അവിടെ വസീഫിനെ നിർത്തിയാൽ നന്നായിരിക്കുമെന്ന് സ്വരാജ് അങ്ങോട്ടൊരു ആശയം പറയുന്നു. എന്നാൽ സ്വരാജ് തന്നെ മത്സരിച്ചാൽ മതി എന്നൊരു പാർട്ടി നേതൃത്വം ഒരു വാശി പിടിക്കുന്ന നിലപാടെടുക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് സ്വരാജിനെ നിർത്തേണ്ടി വന്നതെന്നൊരു ചോദ്യവും അവിടെ ഉയർന്നിരുന്നു. അപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു അംഗത്തെ നിർത്തിക്കൊണ്ട് തോൽപ്പിച്ചു എന്നൊരു വിമർശനവും ആ സംസ്ഥാന കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. ഈ വിമർശനങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ തെറ്റായി വാർത്ത കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പി ജയരാജൻ പോസ്റ്റിൽ കുറിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വിമർശനങ്ങൾ നടന്നിട്ടുണ്ട്. പാർട്ടിക്കകത്ത് പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. പാർട്ടി സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയൊക്കെ രൂക്ഷ വിമർശനങ്ങൾ വരുന്നുണ്ട്. പേരെടുത്ത് വിമർശിക്കുന്ന ഘട്ടങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രോഹിണി, ശരി, എന്തായാലും ആ വിമർശനങ്ങളൊക്കെ അതിൻ്റെ രീതി എന്നാണ് പി ജയരാജൻ വ്യക്തമാക്കുന്നത്. വിമർശനവും സ്വയം വിമർശനവും പാർട്ടി രീതി എന്നുള്ള പ്രതിരോധം കൂടി പി ജയരാജൻ സൃഷ്ടിക്കുന്നുണ്ട്. FB പോസ്റ്റിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണവും നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിരായ വിമർശനങ്ങളിലാണ് ഈ വിശദീകരണം എന്നുള്ളതാണ്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.